ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ലൈക്ക് അടിക്കണം, അതുപോലെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രനും അലീനയും മനുവും കൂടി നമ്മുടെ രോഹിത്തിനെ പോയി കണ്ടിട്ട് തിരിച്ചു വരവാണ്. വല്ലാത്തൊരു ഷോക്ക് തന്നെയാണ് ബാലചന്ദ്രൻ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ രോഹിത്ത് അങ്ങനെയൊക്കെ പറയുന്നു ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ രോഹിത്ത് നിരപരാധിയാണ് എന്ന് രോഹിത്ത് പറയുന്നത് പോലും ഇല്ല. അതൊന്നും പറയുന്നില്ല രോഹിത്ത്. പിന്നെ രോഹിത്തിന് തന്നെ സ്വയമേ അറിയാതിരിക്കാം, അങ്ങനെ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ഒരു സ്പോട്ടില് ആ ഒരു സമയത്ത് മാത്രം ആ ഒരു റേപ്പിൽ മാത്രമാണ് നമ്മുടെ രോഹിത്ത് പെടാതിരുന്നത്. ബാക്കി എല്ലാ സംഭവങ്ങളിലും രോഹിത്ത് പെട്ടിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം രോഹിത്തിന്റെ മാനസിക നില വളരെയധികം തെറ്റിയിരിക്കുകയാണ്. രോഹിത്ത് കാണണ്ടെന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ വല്ലാത്തൊരു ഇതായി പോയി കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക മകനെ കുറിച്ച്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അലീനയുടെ ചങ്ക് പൊട്ടുകയാണ്. ബാലചന്ദ്രന് വിഷമം വരുമ്പോ അലീനയ്ക്കും വിഷമം വരുമല്ലോ. അപ്പം മനുവിനോട് ഇങ്ങനെ ഓരോ വിഷമങ്ങൾ തുറന്ന് ഇങ്ങനെ പറയുക, തന്റെ കാര്യങ്ങളൊക്കെ താൻ കഷ്ടപ്പെട്ട് ഇത്രയുമൊക്കെ എത്തിപ്പെട്ടത് എന്തിനായിരുന്നു? ഇപ്പം താൻ വെറും തകർന്ന് തരിപ്പണമായിട്ട് ഭാര്യയുടെ മുമ്പില്, മക്കളുടെ മുമ്പില്, എല്ലാവരുടെയും മുമ്പില് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയല്ലേ തനിക്കുള്ളത് എന്ന് പറയാ. അതിൽ ഈ സമയത്ത് മനു ആശ്വസിപ്പിക്കാണ് കേട്ടോ. അങ്കിള് ഇങ്ങനെയൊന്നും പറയല്ലേ അങ്കിള് നമുക്ക് എന്തെങ്കിലും ഒരു പോൺ വഴി ഉണ്ടാക്കാം അങ്കിളെ. പിന്നെ വൈജാന്റിയുടെ കാര്യം നമുക്ക് എന്ത് ചെയ്യാനാ? വൈജാന്റിക്ക് ഇപ്പൊ ഒന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാര്യം വൈജാന്റിയോട് പറയണം, എങ്കിലേ വൈജാന്റിക്ക് ഇതിൽ നിന്നും പുറത്തു വരാനായിട്ട് പറ്റത്തുള്ളൂ. വൈജാന്റിയുടെ തലക്കനം മാറണമെങ്കിൽ, അഹങ്കാരം മാറണമെങ്കിൽ, പിടിവാശി മാറണമെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയണം. അല്ലാതെ ഒരിക്കലും വൈജാന്റി അതിൽ നിന്നും പുറത്തു വരത്തില്ല എന്ന് പറയുമ്പം വേണ്ട, അത് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല മനു. സത്യങ്ങൾ ഇപ്പൊ അവൾ അറിയാൻ പാടില്ല, ഒരിക്കലും അവൾ അറിയരുത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തോറ്റു പോകുന്നത് ഈ ബാലചന്ദ്രൻ ആയിരിക്കും. അവളിപ്പം വക്കീലിനെ കൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഡിവോഴ്സിന് വേണ്ടി. അവൾ അറിയുന്നില്ല, അവൾക്ക് തന്നെയാ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അവള് ഘോര പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഈ ബാലചന്ദ്രൻ ഒരിക്കലും കുടുംബം നോക്കാത്തവനാണ്, ബാലചന്ദ്രൻ മക്കളെ സ്നേഹിക്കാത്തവനാണ്, ഭാര്യനെ സ്നേഹിക്കാത്തവനാണെന്നൊക്കെ അവള് ഒന്ന് പുറകിലേക്ക് ചിന്തിക്കുമായിരുന്നെങ്കിൽ അറിയായിരുന്നു. ഈ ബാലചന്ദ്രൻ മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും മാത്രം ജീവിതം മാറ്റിവെച്ച ഒരാളാ. നിനക്കറിയാമോ, 10-30 വർഷം മുമ്പ് ഞങ്ങളുടെ വിവാഹത്തിന് ആ ഒരു സമയത്ത് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ നേരത്തുണ്ടല്ലോ എത്രമാത്രം ഞാൻ സന്തോഷിച്ചിരുന്നെന്നോ. അതിനു മുമ്പ് ഒരു 10-12 കൊല്ലം മുമ്പ് ഞാൻ അവളുടെ പുറകെ എത്ര നാള് നടന്നെന്നോ. എന്നിട്ട് ആ ഒരു വിവാഹം നടക്കാൻ പോകുമെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല. എന്തോ സ്വർഗം പിടിച്ചടക്കിയ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. എന്നിട്ടും അവള് വഞ്ചിക്കുമായിരുന്നു, ചതിക്കുമായിരുന്നു എന്നൊക്കെ 10-30 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഞാൻ അവളെ മാലയിട്ട് പൂജിക്കണോ? നീ അതാണോ ഈ പറഞ്ഞു വരുന്നത്? ഒരിക്കലും വൈജ ഇത് അറിയരുത്. അവൾ അറിഞ്ഞു കഴിഞ്ഞാല് ഈ ബാലചന്ദ്രൻ പിന്നെ ഇല്ല. ബാലചന്ദ്രൻ പിന്നെ ഇവിടെ ഒന്നും കാണത്തില്ല. ബാലചന്ദ്രൻ വേറെ എവിടെയെങ്കിലും പോവുകയുള്ളൂ. പിന്നെ ആരുടെയും മുമ്പിൽ ബാലചന്ദ്രൻ വരില്ല. ആരും വൈജനെ ഇത് അറിയിക്കരുത്. അവൾ ഇവിടം വരെ പോകുന്നു ഞാൻ നോക്കട്ടെ. പിന്നെ രോഹിത്തിന്റെ കാര്യം, അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം മനു. അത് ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഞാന് ജനിപ്പിച്ച എന്റെ കുഞ്ഞല്ലേ, എന്റെ കൊച്ചല്ലേ, ഞാൻ ജനിപ്പിച്ചതല്ലേ. അവന് ഇങ്ങനെ ആ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മാനസിക നില തെറ്റിപ്പോയി. പക്ഷെ അവൻ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പോലും അറിയാൻ പറ്റുന്നില്ല. ചിലപ്പോ അവന്റെ സാഹചര്യം കൊണ്ടായിരിക്കും എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അലീന ഭയങ്കരമായിട്ട് ഇരുന്ന് കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ് കേട്ടോ. ബാലചന്ദ്രൻ അത്രയ്ക്കും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ രോഹിത്തിനെ രക്ഷിക്കാഞ്ഞിട്ട് വിഷമമുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഒന്ന് ഓർത്തോളം, നമ്മുടെ അലീന ഇങ്ങനെ രോഹിത്തിനെ രക്ഷിക്കാൻ ചിലപ്പോൾ ശരണ്യനെ കൊണ്ട് കഴിഞ്ഞേക്കാം. അവള് പരാതി പിൻവലിക്കുകയാണെങ്കിൽ എന്തു പറ്റും? രോഹിത്തിനെ രക്ഷിക്കാൻ കഴിയും. പക്ഷെ അതിനും അലീനയ്ക്ക് പറ്റത്തില്ല. അവിടെ ചെന്ന് ഇപ്പൊ ശരണ്യയോട് അവളെ കാൻവാസ് ചെയ്ത് മാറ്റാനും പറ്റത്തില്ല. പക്ഷെ അച്ഛന്റെ വിഷമം കാണാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അതായത് ചെകുത്താനും കടലിനും നടുക്കുള്ളൊരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ അലീന നിൽക്കുന്നത്. അങ്ങനെ ഇവര് നേരെ വീട്ടിലേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പം പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഇവര് വീട്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പം മനുവും അതുപോലെ തന്നെ നമ്മുടെ അലീനയും കൂടെ സംസാരിക്കുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. ബാലചന്ദ്രന്റെ അവസ്ഥ ഓർത്തിട്ട് ഒരുപാട് സങ്കടം തോന്നുന്നു എന്ന് മനു പറയുമ്പോൾ, ഞാൻ എന്താ മനുവായിട്ട് അതിന് ചെയ്യേണ്ടത്? എനിക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ എന്താ ശരണ്യനെ കാൻവാസ് ചെയ്തിട്ട് ഞാൻ ശരണ്യോട് പറയണോ? അതോ ഞാൻ അവിടെ പോകാതിരിക്കണോ? ഞാൻ ആ കുട്ടീനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാതെ ഇരിക്കണോ? ആ കൊച്ചിനെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിനെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോവാ. വേറെ ആരും അതിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനല്ല മനുവേട്ട ശ്രമിക്കുന്നത്. അവളുടെ ആ ഒരു വിഷമവും സങ്കടവും കണ്ടിട്ട് സഹതാപത്തിന്റെ പേരിലല്ലാതെ ആരും അവളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നില്ല. അവളൊരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നില്ല. സഹതാപം എന്നത് മാത്രമല്ലാതെ വേറൊരാൾക്കും
അവളോട് വേറെ ഒന്നുമില്ല. അവളുടെ അച്ഛന്റെ അവസ്ഥ, അവളുടെ അമ്മയുടെ അവസ്ഥ, ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും എനിക്കുണ്ടാകുന്ന വിഷമം ഉണ്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ രോഹിത് ആരാ? അവൻ എന്റെ ചോരയല്ലേ, അവൻ എന്റെ ആങ്ങളയല്ലേ. അപ്പൊ പിന്നെ ഞാൻ ശരണ്യനെ ആ ഒരു രീതിയിൽ കണ്ടില്ലെങ്കിൽ, എന്റെ ആങ്ങളെ നശിപ്പിച്ച ഒരു പെണ്ണിനെ ഞാൻ ആ ഒരു രീതിയിൽ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ മനുവേട്ട ചെയ്യേണ്ടതെന്ന് ഇപ്പം അലീനെ, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞോ നീ ചെയ്യുന്നത് തെറ്റാണെന്ന്? ഇല്ല. അങ്കിളിന്റെ വിഷമം കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്കിള് ജാമ്യം എടുക്കാൻ നോക്കട്ടെ, അതിന് നീ അതിൽ തലയിടണ്ട, നീ അത് ശ്രദ്ധിക്കുകയോ വേണ്ടെന്ന് പറയുമ്പോ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുക. ഞാനിപ്പോ ഈ വീട്ടിൽ നിൽക്കുന്നതും, ഞാനിപ്പോ ഈ ബാലചന്ദ്രന്റെ മകളായിട്ട് കഴിയുന്നതും ആരുടെ കനിവ് കാരണമാ? അദ്ദേഹത്തിന്റെ കനിവ് കാരണമല്ലേ. എന്തിനെന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് ഒരിക്കലും എന്നെ സ്നേഹിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയിൽ അഭീതത്തിൽ ഉണ്ടായ പെങ്കൊച്ചിനെ ഒരിക്കലും ചുമക്കേണ്ട ഒരു ആവശ്യവും അങ്ങേർക്കില്ല. എന്നിട്ട് പോലും ഒരു ശത്രുവിനെ കാണേണ്ട ആ ഒരു സ്ഥാനത്ത് എന്നെ സ്വന്തം മകളായിട്ട് കണ്ട് ആ വീട്ടിലെ എല്ലാവരെക്കാൾ കൂടുതൽ പരിഗണന എനിക്ക് തന്ന് എന്നെ കൊണ്ടു നടന്ന്, കണ്ടില്ലേ ഇന്ന് തന്നെ ബബിത അവിടുന്ന് പോരാൻ നേരത്തെ എന്നെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞതാ. എന്തിനാ കൊണ്ടുപോകുന്ന അലീന ചേച്ചി എന്ന് പറഞ്ഞ, എന്നിട്ട് പോലും അതൊക്കെ പോലും ധിക്കരിച്ച് എന്റെ കൂടെ നടക്കുന്ന മനുഷ്യനോട് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്ന് എനിക്ക് തോന്നിപ്പോവാന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും നീ അങ്ങനെ ചിന്തിക്കരുത്. നീ വളർന്നു വന്ന സാഹചര്യം, നീ ജീവിച്ച ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും തെറ്റല്ല അലീന. നീ നിന്റെ ബ്രിജിത്താമ്മയുടെ പാതയാണ് പിന്തുടരുന്നത്. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അത്രയ്ക്ക് പുണ്യമായിട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്. അതാ നീ പിന്തുടർന്നു വരുന്നത്. അതുകൊണ്ട് നീ അത് തെറ്റായിട്ടൊന്നും കാണുമൊന്നും വേണ്ട. ബാക്കി എന്താ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ അങ്കിൾ എന്താണെന്ന് വെച്ചാൽ നീ നോക്കിക്കോളൂ, നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, അതൊന്നും ഓർത്ത് വിഷമിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അലീനയെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും അലീനയ്ക്ക് മനു പറയുമ്പോൾ ഏകദേശം ആശ്വാസമൊക്കെ ആകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവര് വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കൃഷ്ണമോള് ചോദിച്ചു കേട്ടോ, എങ്ങനെയുണ്ട് രോഹിതേട്ടനെ കണ്ടിട്ട്, രോഹിതേട്ടൻ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്താ പറയാ, ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ആ സ്റ്റെയർ കയറി പോകുന്നത്. അപ്പൊ തന്നെ മനസ്സിലായി എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന് നമ്മുടെ കൃഷ്ണമോൾക്കൊക്കെ മനസ്സിലാവൂലോ. അപ്പൊ കൃഷ്ണമോള് അലീനയോട് ചോദിച്ചു, എന്താ ചേച്ചി പറ്റിയത്, എന്താ അവിടെ പോയപ്പം ഉണ്ടായത്, കണ്ടോ രോഹിതേട്ടനെ കണ്ടോ, സംസാരിച്ചോ, മിണ്ടിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ രോഹിത്തിനെ കണ്ടു, അവന് ആരെയും കാണാൻ കൂട്ടാക്കുന്നൊന്നുമില്ല, പിന്നെ അച്ഛനെ ഒരു മിന്നായം പോലെ കണ്ടു, അവൻ എന്താ പറ്റിയെന്ന് അറിയില്ല മോളെ. അവൻ പറയുന്നത് അവനെ രക്ഷിക്കണ്ട, അവന് ജയിലിൽ കിടന്ന് ചത്തോളാന്നൊക്കെയാ പറയുന്നത്. ചിലപ്പോൾ അത് അവന്റെ മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം. എന്തോ എനിക്ക് അവന്റെ കണ്ണിലെ ആ ഒരു തീക്ഷ്ണത കണ്ടിട്ട് എനിക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. എന്തോ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് മോളെ. അല്ലെങ്കിൽ പിന്നെ അവൻ എന്താ അങ്ങനെ സംസാരിക്കുന്നത്? ഹരീനെയും രോഹിത്തിനെയും ഒക്കെ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയോ പ്രോബ്ലംസ് ഇതിന്റെ ഇടയിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതെന്താ ചേച്ചി അലീന ചേച്ചി ഇങ്ങനെ പറയുന്നത്? അല്ല, എനിക്കങ്ങനെ തോന്നി. പിന്നെ അച്ഛന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. അച്ഛനും വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. രോഹിത്തിനെ രക്ഷിക്കാൻ കഴിയാത്തതിലും രോഹിത് ഈ ഒരു അവസ്ഥയിലായതും ഒക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിന്റെ അച്ഛനെ നീ തന്നെ പറഞ്ഞു മോളെ ഒന്ന് സമാധാനിപ്പിക്കണം, രോഹിത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോളെ നീ ഒന്ന് സമാധാനിപ്പിക്കണം. എനിക്ക് സമാധാനിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഞാനിപ്പോ ശരണ്യയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ആ ഒരു നിലയ്ക്ക് എനിക്ക് എങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റും? അതിനുള്ള അർഹത എനിക്കില്ലെന്ന് തോന്നിപ്പോവാ. അതുകൊണ്ട് കൃഷ്ണമോളെ നീ നിന്റെ അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല അച്ഛനും അമ്മയും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ, നോട്ടീസ് അയച്ചു എന്നൊക്കെ പറഞ്ഞു അമ്മ. അതൊക്കെ ഞാൻ പറയുന്നതൊക്കെ കേട്ടായിരുന്നു. എന്താ അലീന ചേച്ചി ഇത്? അച്ഛനും അമ്മയും അപ്പൊ പിരിയാൻ പോവുകയാണോ? അതൊന്നും എനിക്ക് അറിയില്ല മോളെ. ഞാൻ കാരണമാണോ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയതിൽ പിന്നെയല്ലേ സത്യം പറഞ്ഞ് ഇതൊക്കെ സംഭവിച്ചത്. അല്ല അലീന ചേച്ചി, അങ്ങനെ അലീന ചേച്ചി പറയരുത്. പിന്നെ എൻ്റെ അമ്മയുടെ പിടിവാശിയും എൻ്റെ അമ്മയുടെ നിർബന്ധം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പണ്ട് മുതലേ ഞങ്ങൾ കണ്ടുവരുന്നതാ, ഈ വീട്ടിൽ ശബ്ദം ഉയർത്തുന്നത് അമ്മ മാത്ര. അച്ഛന് അങ്ങനെ ശബ്ദം ഉയർത്താറൊന്നുമില്ല. അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എതിർത്താലും അച്ഛൻ ഇത് സമ്മതിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ ബബിത ചേച്ചി ഇപ്പൊ അമ്മയുടെ കൂടെ നിൽക്കുന്നത് സത്യങ്ങൾ അറിയാതെ, സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബബിത ചേച്ചിയുടെയും കുടം മാറുന്ന അറിയാലോ അലീന ചേച്ചി. സത്യങ്ങളൊക്കെ അമ്മയോട് വിളിച്ച് പറഞ്ഞാലോ എന്ന് ഞാൻ ഓർക്കണത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് സത്യങ്ങളൊക്കെ പറഞ്ഞാലോ? ഞാൻ പോയി അമ്മയോട് സത്യങ്ങളൊക്കെ പറയട്ടെ? അയ്യോ, ഒരിക്കലും നീ അത് ചെയ്യരുത് മോളെ. കാരണം ഇന്ന് വണ്ടിയിൽ വെച്ച് തന്നെ ഇതൊക്കെ മനുവേട്ടൻ പറഞ്ഞാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ അച്ഛനിലുണ്ടായ ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു അതൊന്നും കണ്ടു നിൽക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. നിന്റെ അച്ഛൻ നാട് വിട്ടു പോകും, അല്ലെങ്കിൽ ഈ ലോകം വിട്ടു പോകും എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാ നിന്റെ അച്ഛൻ അറിയാതെ നമ്മൾ പോയി പറയുകയൊക്കെ ചെയ്യുന്നത്? വേണ്ട, അതൊന്നും ഇപ്പൊ നോക്കണ്ട. ഏതായാലും നിന്റെ അച്ഛൻ രോഹിത്തിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ. പക്ഷെ കേസ് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആണെങ്കിൽ ശരണ്യോട്
അങ്ങനെ പറയാനും പറ്റത്തില്ല. ശരണ്യോട് ഞാൻ എങ്ങനെയാ അതൊക്കെ ചോദിച്ച് ഞാൻ ചെല്ലുന്നത്? അവളുടെ മുമ്പ് അവള് എന്നെ കാണുന്നത് തന്നെ ഇപ്പൊ എന്താ പറയാ, അവള് എന്നെ കണ്ടിട്ട് തന്നെ എന്നെ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് ആ പെങ്കൊച്ച്. അപ്പൊ ഞാൻ ഇനി അവിടെ ചെല്ലുന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണെന്ന് അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീന. അപ്പൊ അലീനയും വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണ്. ബാലചന്ദ്രന്റെ സങ്കടം കാണാനും പറ്റില്ല. നമ്മുടെ ശരണ്യയുടെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ അതൊരു നീതികേടായി പോവും, അല്ലെങ്കിൽ അതൊരു അനീതിയായി പോവും, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ശരണ്യയുടെ അടുത്ത് ചെന്നത് തന്നെ അലീന ശരണ്യയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സമാധാനിപ്പിക്കാൻ വേണ്ടിയൊക്കെ ആണല്ലോ. അപ്പൊ ഇനി പെട്ടെന്ന് തിരിയാൻ പറ്റുമോ അലീനയ്ക്ക്? അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞ് നാട്ടുകാർ എന്ത് വിചാരിക്കും? അലീനയുടെ മനസാക്ഷി സമ്മതിക്കും അലീനയെ കൊണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ഡിവോഴ്സ് നോട്ടീസിന്റെ കാര്യം ഒരു വല്ലാത്ത ചർച്ചയായിട്ട് തന്നെയാണ് തുടരുന്നത്. ഡിവോഴ്സ് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് വൈജ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പറയുന്ന കമല പോലും നമ്മുടെ വൈജയോട് പറയുന്നുണ്ട്, ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, വേണ്ട, എന്തിനാ വൈജ നീ എടുത്ത് ചാടുന്നത്? നമ്മൾ ഒന്ന് എടുത്ത് ചാടും നനഞ്ഞു കയറി പിന്നെ നമുക്ക് ഒരിക്കലും അത് പിന്നെ തിരിച്ചു കിട്ടാൻ പറ്റുന്ന കാര്യമല്ല. അതും സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടി തയ്യാറായിട്ട് നമ്മുടെ ബാലചന്ദ്രന് നിൽക്കുക. മക്കള് കൃഷ്ണമോള് ഇന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ, അച്ഛ വേണ്ട അച്ഛ, അമ്മേനെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു മാറ്റാം അച്ഛ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അച്ഛനും അമ്മയും രണ്ടുപേരും പിരിയുന്നത് ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ല. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ രേവതിക്കുട്ടി വിളിക്കുമ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട് കേട്ടോ, രോഹിത്തിന്റെ കാര്യം പറയുന്നുണ്ട്. രോഹിത്തിനെ കാണാൻ പോയായിരുന്നു, അച്ഛന്റെ കൂടെയാ പോയത്, മനുവേട്ടനും ഉണ്ടായിരുന്നു. പക്ഷേ രോഹിത്തിന്റെ അവസ്ഥ വളരെയധികം ദയനീയമാണ്. അവന് അവിടെ നിന്ന് പുറത്തു വരണ്ട, ജാമ്യത്തിൽ ഇറക്കണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് രേവതിക്കുട്ടി എന്ന് പറയുമ്പോൾ ചേച്ചി അത് നോർത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ട, അവൻ ദുഷ്ടന, അവന് പോലീസ് പിടിച്ചോണ്ട് പോയി അവനെ ജയിലിലിടട്ടെ, അവനെ പോലുള്ള ഒരാൾ ജീവിച്ചിരിക്കാൻ പാടില്ല ചേച്ചി, സ്വന്തം ആങ്ങളെയാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ചേച്ചി ഒരിക്കലും അതിന് കൂട്ട് നിൽക്കരുത് കേട്ടോ ചേച്ചി എന്ന് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ രേവതിക്കുട്ടി. അതിൽ രേവതിക്കുട്ടിക്ക് രോഹിത്തിനെ ഇഷ്ടമല്ലല്ലോ, അലീനെ ആക്രമിച്ചാൻ ശ്രമിച്ചു, അതുപോലെ എത്ര സംഭവങ്ങള് ഹരിയുടെ കൂടെ കൂടി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ രോഹിത്തിനോട് ഒരു വെറുപ്പും വിരോധവും ഒക്കെ ഉണ്ട്. അതാണ് നമ്മുടെ രേവതിയും പറയുന്നത്. അതുമാത്രമല്ലല്ലോ, വയറ്റിൽ കത്രിക കുത്തി ഇറക്കാൻ ആ ഒരു സാഹചര്യം ഉണ്ടായത് പോലും രോഹിത്ത് കാരണമൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രേവതിക്കുട്ടി അങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം അലീനയ്ക്കാണ് സത്യം പറഞ്ഞ ഇപ്പം പ്രഷർ, എല്ലാ സ്ഥലത്തു നിന്നും പ്രഷർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അലീനയും ശരണ്യയും കൂട്ടുമായി. ഇനിയിപ്പം ശരണ്യനെ പെടുത്താനും പറ്റത്തില്ല അലീനയ്ക്ക്, അത് നീതികേടുവാണെന്ന് അലീനയ്ക്ക് അറിയുകയും ചെയ്യുക. അലീനയ്ക്ക് അലീനയുടേതായ കുറച്ച് ചിന്താഗതിയൊക്കെ ഉണ്ട്, അത് മാറ്റാനും പറ്റത്തില്ല അലീനയ്ക്ക്. പക്ഷെ അച്ഛന്റെ വേദന കാണാനും പറ്റത്തില്ല. ഇത് രണ്ടും കൂടി ഒരിക്കലും നടക്കാനും പോകുന്നില്ലല്ലോ. അപ്പൊ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൂടെ ഒരു അടിപൊളി വിശേഷാട്ടോ വരാൻ പോകുന്നത്. ഇതിനിടയിൽ നമ്മുടെ കമല പറയുന്നുണ്ട്, രോഹിത്തിനെ എങ്ങനെയെങ്കിലും അലീനെ ഇറക്കിക്കൊണ്ട് വരും, അത് ഉറപ്പാണ്. അത് നമ്മുടെ ശരണ്യനെ കൊണ്ട് അവള് സമ്മതിപ്പിക്കും. ലാസ്റ്റ് നമ്മുടെ കൊച്ചു മാത്രം ജയിലിൽ കിടക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ശിവൻ പറയുന്നുണ്ട്, അങ്ങനെ നമ്മുടെ കൊച്ചിനെ മാത്രം ജയിലിൽ കിടത്തിയിട്ട് രോഹിത് ഇറങ്ങിയത് തന്നെ നമുക്ക് കാണാം. രോഹിത്തിനെ അങ്ങനെ ഒരിക്കലും ഇറക്കത്തൊന്നുമില്ല, അങ്ങനെ ഇറക്കാനിട്ട് സമ്മതിക്കത്തുമില്ല. അങ്ങനത്തെ ഒരു കളി ഇതിന്റെ ഇടയിൽ വല്ലതും കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ വിവരം അറിയും, ഈ ശിവൻ ആരാ, ഈ കൈതയ്ക്ക തറവാട്ടിലെ ആണുങ്ങൾ ആരാ എന്ന് അറിയും എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാല്ലേ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നെ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാട്ടോ. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനിയുടെയും ആദർശിന്റെയും കഥയും ജിൽജിൽ ചിന്നുവിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ. പിന്നെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ പ്രമോവിശേഷം ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് ജിൽജിൽ ചിന്നുവില്. അലീനയുടെ പ്രമോവിശേഷവും നമ്മൾ ഇടുന്നുണ്ട്. വൈകിട്ട് ഒരു 8 മണി 8:30 കൂടിയാണ് അലീനയുടെ പ്രമോവിശേഷം, നാളത്തെ പ്രമോവിശേഷം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതും എല്ലാവരും മറക്കാതെ ഒന്ന് കാണുക കേട്ടോ. പിന്നെ കാറ്റത്തെ കിളിക്കൂടും ചെയ്യുന്നുണ്ട്. അത് റിയൽ സ്റ്റോറി ന്യൂവിനകത്താണ് കാറ്റത്തെ കിളിക്കൂട് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റിൽ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റിനകത്ത് നമ്മുടെ ലിങ്ക് കിട്ടും. അപ്പം അതും കണ്ടോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.